നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ജൂൺ 21 അന്തർദേശീയ യോഗാ ദിനമാണ്. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് യോഗം. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സ്വാസ്ഥ്യവും സൗഖ്യവും കൈവരിക്കുന്നതിനായി പരമ്പരാഗതമായി ആചരിച്ച് വിജയം കൈവരിച്ച ജീവിതസൂത്രമാണ് യോഗ. പുരാതന കാലത്ത് തന്നെ യോഗ നിലനിന്നിരുന്നു. അതിനെ ക്രോഡീകരിച്ച് അഷ്ടാംഗ രൂപത്തിൽ കൊണ്ടുവന്നത് പതഞ്ജലി മഹർഷിയാണ്. ശരീരത്തിൽ നിന്നും മനസ്സിലേക്ക്, മനസ്സിൽ നിന്നും ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്നും ആത്മാവിലേക്ക്, ആത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക്, പരമാത്മാവിൽ നിന്നും ഉപബോധ തലത്തിലേക്ക് പടിപടിയായി കയറാനുള്ള ആ ഒരു പരിശ്രമത്തെയാണ് യോഗാശാസ്ത്രം എന്ന് പറയുന്നത്. യോഗം എന്നാൽ സംയോജനം എന്നാണ് അർത്ഥം. മനസ്സും ശരീരവും തമ്മിലുള്ള സംയോജനം, മനസ്സും ആത്മാവും തമ്മിലുള്ള സംയോജനം, ശരീരത്തിനും ആത്മാവിനും പ്രപഞ്ചത്തോടുള്ള വ്യതിപൂർവമായ സംയോജനം, അതിലുപരി ജീവാത്മ പരമാത്മാ തമ്മിലുള്ള സംയോജനം, ഇവ യോഗയിൽ വിഭാവന ചെയ്തിട്ടുണ്ട്. യോഗയുടെ ആദ്യഘട്ടം ശാരീരിക ചിട്ടയും ആസനങ്ങളുമാണ്. മാനസിക സന്തുലനം, ആത്മസാക്ഷാത്കാരം ഇവ യോഗയുടെ അവസാന ഘട്ടമായും കണക്കാക്കപ്പെടുന്നു. ശരീരത്തിനുണ്ടാകുന്ന 90% അസുഖങ്ങളും മാനസിക സംഘർഷം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. ചന്ദ്രനിൽ പേടകം വിക്ഷേപിച്ചു. ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഒറ്റ വിരൽത്തുമ്പിൽ അറിയാനുള്ള സംവിധാനങ്ങൾ വരെ മനുഷ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിനെല്ലാം കൺട്രോൾ ചെയ്യാനും മനുഷ്യൻ പഠിച്ചു. പക്ഷേ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന മനുഷ്യൻ എന്തുകൊണ്ട് സ്വന്തം ശരീരത്തെ, ശ്വാസത്തെ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. നിങ്ങൾ യോഗയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ 3 കഴിവുകളെയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇവ വർദ്ധിച്ച് മാനസിക വികാസം ഉണ്ടാക്കും. യോഗ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം യോഗയെന്നാണ്. നന്ദി.